ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് അത്രയ്ക്ക് വലിയ സുഖമില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് അമ്പലത്തിൽ പോയി കുറെ പരാതികൾ അങ്ങോട്ട് പറഞ്ഞു. കാര്യം ദീപങ്ങൾ രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ നിന്നൊരു ചേച്ചി എനിക്ക് കുറച്ച് വടമാല തന്നു. വടമാല എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് അമ്പലത്തിലെ പ്രസാദമാണ് കേട്ടോ. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് വേറൊരു സാധനം ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങയൊന്നുമല്ല, ഒരു കട്ടിംഗ് ബോർഡ് പഴയത് ഞാനിവിടെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തോണ്ട് അകത്ത് വന്നപ്പോഴത്തേക്കും ദാണ്ട് ഒരാൾ നിര്യാതനായി കിടക്കുന്നു. ഇനി നമുക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ഐറ്റം, കണ്ടില്ലേ? ഇങ്ങനത്തെ കട്ടിംഗ് ബോർഡുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ കുറെ നാളുകൾക്ക് മുമ്പ് ഉപേക്ഷിച്ചതാണ് ഇവൻ. ഞാൻ ഓർത്തു എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ നേരം പേപ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്യാനും പിന്നെ ഈ പെയിന്റ് ഒക്കെ തറയിൽ പറ്റാതിരിക്കാനും ഈ ഒരു സാധനം യൂസ് ചെയ്യാവുന്നത്. അത് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെയിന്റ് അടിച്ചു കൊടുത്തു. അത് അങ്ങോട്ട് സെറ്റ് ആയില്ല. പിന്നെ വോളിൽ അടിക്കുന്ന പെയിന്റ് ആണ്. അത് ഞാൻ മൊത്തം അടിച്ചിട്ട് അവിടെ ഉണങ്ങാനായിട്ട് വെച്ചു. ഇനി ഇതിൽ എന്ത് ഡിസൈൻ ചെയ്യുമെന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ ഒടുവിൽ. എന്തായാലും എന്റെ ആക്രിപ്പണികൾക്കൊടുവിൽ ഇത് കുളവാകാനുള്ള ബോർഡാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഒരു റെബറൻഡിൽ എടുത്തോണ്ട് വന്നിട്ട് അതിന്റെ ബാക്കി പെയിന്റ് അടിച്ച് അച്ചാണം പുച്ചാണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചു. സംഭവം ചെയ്തു വന്നപ്പോഴത്തേക്കും എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല. എന്തായാലും ഇതിന്റെ യൂസ് കട്ട് തന്നെ. അതുകൊണ്ട് 2-3 ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഡിസൈൻസ് ഒക്കെ മാഞ്ഞു പൊക്കോളും. അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. ടാറ്റാ.